ഹലോ ഗായ്സ്, ഇന്നത്തെ മോർണിംഗ് കണ്ടോ? വെള്ളപ്പൊക്കം മോർണിംഗ് ആണ്. ഞങ്ങളുടെ കണ്ട എല്ലാം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുക. ഞാനിവിടെ യോഗ ചെയ്യുമായിരുന്നു. നല്ല മഴ, ഇന്ന് പുറത്തിറങ്ങാൻ തോന്നുന്നില്ല കേട്ടോ. പിന്നെ പറ്റത്തുമില്ല, ചുറ്റും വെള്ളമാണ്. ഇങ്ങനെ ഇരിക്കുന്നു ഞങ്ങളുടെ വിശേഷങ്ങൾ. നിങ്ങളുടെ വിശേഷം എങ്ങനെയാണ്? വെള്ളപ്പൊക്കം വരണേന്ന് ഭയങ്കര അധികം പ്രാർത്ഥിക്കുന്ന ഒരാളാണിത്. അവന് ഭയങ്കര സന്തോഷമാണ്. ഇപ്പം കണ്ടില്ല സന്തോഷം, മഴ പെയ്യുമ്പം കണ്ടെന്നറിയുമ്പോൾ ഒക്കെ ഉള്ള ഒരു സന്തോഷം അവൻ്റെ മുഖത്ത്. ഈ മഴ കാരണം ഉണ്ടല്ലോ, ഡ്രസ്സൊന്നും ഉണങ്ങുന്നില്ല. അതുകൊണ്ട് റൂമിൽ തന്നെ കെട്ടി ഇങ്ങനെ ഇട്ടേക്കുവാണ്. അപ്പോൾ സ്വന്തമായിട്ടൊന്ന് സെൽഫ് പാമ്പറിങ് ചെയ്യാമെന്ന് വെച്ചു. കാരണം എങ്ങും പോകാനില്ല. ഇത് കണ്ടോ, ജാതിക്കയൊക്കെ ഉണക്കാൻ പുറത്ത് പറ്റാത്തതുകൊണ്ട് വീട്ടിൽ തന്നെ ഗ്യാസിൽ വെച്ചിങ്ങനെ ഉണക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചൊന്ന് ഓയിൽ മസാജൊക്കെ ചെയ്യാമെന്ന് വെച്ചു. ഞാൻ കുറച്ച് കാസ്റ്റർ ഓയിലും പിന്നെ കോക്കനട്ട് ഓയിലും കൂടെ ചേർത്ത്, അതിനകത്ത് ഇച്ചിരി വൈറ്റമിൻ ഇയുടെ ക്യാപ്സുലും കൂടെ ചേർത്ത്, പിന്നെ ഒന്ന് ഹെഡ് മസാജൊക്കെ കുറേ നാളായിരുന്നു ഇങ്ങനെ മുടിയിലൊക്കെ എണ്ണയൊക്കെ തേച്ചിട്ട്. അപ്പം കുറച്ചൊന്ന് സെൽഫ് പാമ്പറിങ് ചെയ്യാമെന്നൊക്കെ അങ്ങ് വെച്ചു. പ്രഗ്നൻസി ടൈമിൽ ഇങ്ങനെ സെൽഫ് കെയർ ഒക്കെ ചെയ്യുന്ന നല്ലൊരു പരിപാടിയാണ്. നമുക്കൊരു പ്രത്യേക റിലാക്സേഷനാണ് ഇങ്ങനെ മസാജിങ്, ഹെഡ് മസാജ്, ബോഡി മസാജ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കര റിലാക്സ് ഫീലിംഗ് ആണ്. ഞാൻ നോർത്തിൽ പോകുമ്പോൾ ഉണ്ടല്ലോ, അവിടെ ഞങ്ങളുടെ കുറച്ച് ആൻറ്റിമാരൊക്കെ ഉണ്ട് കേട്ടോ. ആൻറ്റിയൊക്കെ ഇങ്ങനെ തലയിൽ എണ്ണയൊക്കെ തേച്ച് തരും, എന്നിട്ട് ഹെഡ് മസാജൊക്കെ ചെയ്തു തരും. അവിടെ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന ഒരു പ്രത്യേക ഒരു രസമാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ ഞാനത് ഓർക്കുമായിരുന്നു. പിന്നെ നന്നായിട്ട് ഹെഡ് മസാജ് ചെയ്തു. ഹെഡ് മസാജിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ ബാക്ക് ഉണ്ടല്ലോ, അതേപോലെ ഷോൾഡർ ഏരിയ, അവിടെ ഒരുപാട് ഈ സ്ട്രെസ്സ് ഗ്യാദർ ആവുന്നൊരു സ്ഥലമാണ്. മീൻസ് നമ്മുടെ ഈ നെക്കിൻ്റെ പുറം വശം നമ്മളിങ്ങനെ ഹെഡിൽ മാത്രം മസാജ് ചെയ്താൽ പോരെ, നമ്മുടെ ചെവിയും അതേപോലെ നമ്മുടെ കഴുത്തിൻ്റെ ബാക്ക് സൈഡും നല്ലതായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കും. കാരണം അവിടെ അക്യുമുലേറ്റ് ആയിരിക്കുന്ന ഒരു സ്ട്രെസ് ഉണ്ടല്ലോ, അതങ്ങ് റിലീസാവും. പിന്നെ ഞാൻ അത് കഴിഞ്ഞൊരു ഫേസ് പാക്ക് ഇടാമെന്ന് വെച്ചു. അപ്പം ഞാൻ ഈ മസൂർ ദാൾ ഉണ്ടല്ലോ, മസൂർ ദാൽ, ഒരു ചുമന്ന കളറിലെ ദാലില്ലേ, അതും കുറച്ച് കടലമാവും പിന്നെ മഞ്ഞളും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ച് വെച്ചേക്കുന്നതാണ്. ഞാൻ ഫേസ് വാഷ് ആയിട്ട് ഇടയ്ക്ക് യൂസ് ചെയ്യുന്ന. പിന്നെ അതിനകത്ത് കുറച്ച് തേനും കൂടെ ഒഴിച്ചു. തേൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് ഇങ്ങനെ വായിക്കകത്തോട്ട് ഇങ്ങനെ ഒഴിച്ച് കുടിക്കാൻ നല്ല രസമല്ലേ. ഓക്കെ, അപ്പം അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് പാൽപ്പൊടി ചേർത്തു കേട്ടോ. അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു തിക്കായിട്ടായല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനത് മുഖത്തോട്ട് പുരട്ടി. പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നും ഇല്ലായിരുന്നു. എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ഒന്ന് മുഖം നല്ല ആക്കണം, ഒന്ന് സ്ക്രബ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാണ് ചെയ്തത്. അങ്ങനെ പ്രത്യേകിച്ച് ഭയങ്കര എന്തെങ്കിലും പ്രോഗ്രാമോ ഫങ്ഷനോ അങ്ങനെയൊന്നും ഇല്ല. സ്വന്തം ഒരു സെൽഫ് ലവ്, ഒരു ഇഷ്ടം, അത്രേ ഉള്ളൂ. മീൻസ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഫ്രീ ആണല്ലോ, ഇന്ന് വർക്കിനും പോയില്ല, അപ്പോൾ കുറേ സമയം ഉണ്ടായിരുന്നു. അപ്പം സ്വന്തത്തിനെയും കൂടെ നമ്മളിങ്ങനെ കെയർ ചെയ്യണമല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ബദാം ഓയിലും അതേപോലെ കോക്കനട്ട് ഓയിലും മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, ഫുള്ള് ബോഡി മസാജ് ചെയ്തു. ഞാൻ കയ്യിലാദ്യം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു. പിന്നെ ഞാൻ ബാത്റൂമിൽ പോയിട്ട് നന്നായിട്ട് ഫുള്ള് ബോഡി മസാജ് ചെയ്തു. പ്രഗ്നൻസി ടൈമിൽ നമ്മളിങ്ങനെ സെൽഫ് പാമ്പറിങ്ങും അതേപോലെ ബോഡി മസാജ്, ഓയിൽ മസാജൊക്കെ ചെയ്യുന്നത് ഭയങ്കര ബോഡിക്ക് നല്ലതാണ്, മൈൻഡിനും നല്ലതാണ്. കുളിച്ച് കഴിഞ്ഞിട്ട് നല്ലൊരു സുഖമായിരുന്നു. പക്ഷെ എന്തോ ഒരു കുറവുണ്ടല്ലോ എന്ന് തോന്നി. ഇപ്പം ഞാൻ പോയി പൊട്ടും ചന്ദനവും കൂടെ തൊട്ടു. അപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. പ്രഗ്നൻ്റ് ആണേലും അല്ലേലും സ്വന്തം സെൽഫ് കെയറിന് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുന്ന എപ്പോഴും നല്ല കേട്ടോ. ബൈ.